സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഒത്തിരി പേരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഓരോ കണ്ടുമുട്ടലും നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞ് കിടപ്പുണ്ട്. ചിലരെ കണ്ടുമുട്ടിയിട്ടുള്ള അനുഭവങ്ങൾ എന്നും മനസ്സിനൊരു ഉണർവ് തരുന്നതാണ്, ഒരു ഉന്മേഷം തരുന്നതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം 39 മുതലുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നു, പരിശുദ്ധ അമ്മയും എലിസബത്തും കണ്ടുമുട്ടുന്ന ഒരു രംഗമാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ അമ്മ തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കാൻ തിടുക്കത്തിൽ യാത്ര ചെയ്യുകയാണ്. വളരെ വേഗത്തിൽ യാത്ര ചെയ്ത് എലിസബത്തിൻ്റെ അരികിൽ പരിശുദ്ധ അമ്മ ചെല്ലുമ്പം അമ്മയുടെ ഉള്ളിൽ ഹൃദയത്തിലും ഉദരത്തിലും ഈശോ ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞിട്ടാണ് അമ്മ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മ ആ വീട്ടിൽ കടന്നു ചെന്ന് ആദ്യത്തെ വാക്ക് ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ അഭിവാദനം ചെയ്യുകയാണല്ലോ. ആദ്യത്തെ വാക്ക് കേൾക്കുന്ന സമയം തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. ഉദരത്തിലെ ശിശു കുതിച്ചു ചാടുകയാണ്. എന്തെന്നില്ലാത്തൊരു ആനന്ദം, അതുവരെയും കിട്ടാത്തൊരാനന്ദം, അതുവരെയും കിട്ടാത്ത ഒരു ഉണർവ് അവിടെ സംഭവിക്കുകയാണ്. എലിസബത്ത് പ്രായം ആയ സഹോദരിയാണ്, വന്ധ്യയായിരുന്നു, ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരുപാട് പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ട് ഒരു കുഞ്ഞിനെ കിട്ടിയ ആനന്ദമുണ്ട്. ഒപ്പം പ്രായോഗിക തലത്തിലെ ബുദ്ധിമുട്ടുകളും നിസ്സഹായ അവസ്ഥകളും അസ്വസ്ഥതകളും ഭാരങ്ങളൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് അമ്മ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുക. പരിശുദ്ധ അമ്മയെ കണ്ടതേ സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്, അങ്ങനെ അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് എലിസബത്ത് മാറുകയാണ്. സത്യത്തിൽ പരിശുദ്ധ അമ്മ ആ വീട്ടിലേക്ക് കടന്നു ചെന്നത് ഇളയമ്മയോട് കുറേ വർത്തമാനം പറയാനും കൂടെ ഇരിക്കാനും കുറേ സന്തോഷം കൊടുക്കാനും കുറേ ശുശ്രൂഷിക്കാനും എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തും അടുക്കളയിൽ സഹായിച്ചും അല്ലെങ്കിൽ മുറി വൃത്തിയാക്കാൻ അതൊക്കെ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ വലിയൊരു ഉദ്ദേശം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലുണ്ട്. അമ്മയുടെ ഹൃദയത്തിലും ഉദരത്തിലും ഈശോ ഉണ്ടല്ലോ. ഈ ഈശോയെ എത്രയും വേഗം ലോക ജനതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അതിന് വഴിയൊരുക്കുന്ന ഒരു വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ എലിസബത്തിൻ്റെ ഉദരത്തിലാണ്. ഉദരത്തിലുള്ള ഈ സ്നാപകനെ ഇപ്പോഴേ അഭിഷേകം ചെയ്ത്, ഇപ്പോഴേ ശക്തി കൊടുത്ത്, ഇപ്പോഴേ ഉണർവ് കൊടുത്ത് എത്രയും വേഗത്തിൽ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ സ്നാപകനെ ഉണർത്തണം. അതായിരുന്നു അമ്മയുടെ മനസ്സിലെ ആഗ്രഹം. സത്യമല്ലേ? അമ്മ ആഗ്രഹിച്ചത് ഈ ജനതയെ എങ്ങനെയെങ്കിലും എത്രയും വേഗം രക്ഷിക്കണം. പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹത്തോട് അമ്മയും ചേർന്ന് നിൽക്കുകയാണ്. ആ രക്ഷാകര പദ്ധതിയോട് അമ്മയും വളരെ സന്തോഷത്തോടെ സഹകരിക്കുകയാണ്. രക്ഷാകര പ്രവൃത്തി എത്രയും വേഗം ഭൂമിയിൽ രൂപപ്പെടണം. ഈ രക്ഷാകര പ്രവൃത്തിയിലേക്ക് എല്ലാവരും ഉൾച്ചേരണം. ഇതായിരുന്നു അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഉദരത്തിലായിരിക്കുന്ന സ്നാപക യോഹന്നാനെ പരിശുദ്ധ അമ്മ തൻ്റെ സാന്നിധ്യത്താൽ, തൻ്റെ ഉള്ളിലുള്ള, തൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെയും യേശുവിൻ്റെയും സാന്നിധ്യത്താൽ സ്നാപക യോഹന്നാനെ ഉണർത്തുകയാണ്. സ്നാപക യോഹന്നാന് ഉദരത്തിൽ കിടന്നിട്ട് തുള്ളിച്ചാടുകയാണ് സന്തോഷം കൊണ്ട്. എത്രയും വേഗം സ്നാപകൻ ഇതാ യേശുവിനെ കൊടുക്കാൻ വഴിയൊരുക്കാൻ, യേശുവിന് വഴിയൊരുക്കാൻ സന്നദ്ധനാവുകയാണ്. അഭിഷേകം കൊണ്ട് നിറയുകയാണ്. ഓരോ കണ്ടുമുട്ടലും ക്രിസ്തുവിനെ കൊടുക്കാനുള്ള ആവേശം ഉണർത്തുന്ന രീതിയിലാണെങ്കിൽ എത്രയോ നല്ലതാണ്. ഓരോ കണ്ടുമുട്ടലും, ഓരോ വ്യക്തിയെയും കാണുമ്പോൾ, ഓരോ സാഹചര്യത്തിലും ചെന്ന് ചേരുമ്പോൾ, ഓരോ അധ്വാനത്തിലും നമ്മൾ ഏർപ്പെടുമ്പോൾ ഒറ്റ ആഗ്രഹം, ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ, ഈശോയ്ക്ക് രൂപം കൊടുക്കാൻ, ഈശോയെ ഉണർത്താൻ, അവരുടെ ഉള്ളിൽ ഈശോ രൂപപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെത്രയോ വലിയ കാര്യമാണ്, അതെത്രയോ വലിയൊരു സംഭവമാണ്. സ്നാപക യോഹന്നാൻ ഉണർന്ന പോലെ നമ്മുടെ ഓരോ കണ്ടുമുട്ടലിലും ആ വ്യക്തിയുടെ ഉള്ളിലുള്ള, ആ ഹൃദയത്തിലുള്ള ഈശോ ഉണരാൻ, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഉണരാൻ കണ്ടുമുട്ടലുകൾ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓർക്കാറില്ലേ, ചിലപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അതിഥികളായിട്ട് വന്നാൽ അതുവരെയും ഉറങ്ങിക്കിടന്ന വീടാണെങ്കിൽ ആ ഒരൊറ്റ വ്യക്തിയുടെ വരവോടുകൂടെ ഉണർവായി, സന്തോഷമായി. ചില സ്വരങ്ങൾ കേട്ടാൽ മതി, സന്തോഷമായി, ഉണർവായി. അതുവരെയും തണുത്ത് മരച്ച് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ഉള്ള ക്രിയാത്മകതയൊക്കെ നഷ്ടപ്പെട്ടു, സന്തോഷം പോയി, സമാധാനം പോയി. നിർവികാരതയിൽ ഇരുന്നിരുന്ന മക്കളൊക്കെ
ചില വ്യക്തികളുടെ കണ്ടുമുട്ടലുകളിലൂടെ ഉണർന്നെഴുന്നേൽക്കുന്ന കണ്ടിട്ടുണ്ട്. വിശുദ്ധ പക്കേമിയൂസിൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു സംഭവമുണ്ട്. പക്കേമിയൂസ് ക്രിസ്ത്യാനികൾ മാത്രം താമസിച്ചിരുന്ന ഒരു ക്യാമ്പിലേക്ക് ആദ്യ നാളുകളിൽ കടന്നു ചെല്ലുകയാണ്. അതുവരെയും ക്രിസ്തു ആരെന്നൊന്നും പക്കേമിയൂസിന് അറിയത്തേയില്ല. അവിടെ ചെന്നപ്പം, ആ ക്യാമ്പിൽ ചെന്നപ്പം അവിടെയുള്ള എല്ലാ സഹോദരങ്ങളും വളരെ ആഘോഷത്തോടെ പക്കേമിയൂസിനെ സ്വീകരിക്കുകയാണ്. എന്തൊരു സ്നേഹം എന്നറിയാവോ! എല്ലാവർക്കും വലിയ സ്നേഹം, എല്ലാവർക്കും വലിയ ആഹ്ലാദം, എല്ലാവരും ഹൃദയത്തിൽ ആനന്ദം അനുഭവിക്കുന്ന ഒരു അനുഭവം. എല്ലാ സ്വീകരണവും കഴിഞ്ഞപ്പം പക്കേമിയൂസ് ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്രയും സ്നേഹത്തോടെ എന്നെ സ്വീകരിക്കാൻ കാരണം? എന്താ ഇതിൻ്റെ കാരണം എന്താണ്? ഉടനെ പക്കേമിയൂസിനോട് ആ സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഗുരു ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? സ്നേഹത്തോടെ എപ്പോഴും ആയിരിക്കണം, സന്തോഷത്തോടെ എപ്പോഴും ആയിരിക്കണം. ആരാ നിങ്ങളുടെ ഗുരു? ഈശോ ആണ് ഞങ്ങളുടെ ഗുരു. എന്നാൽ പിന്നെ ആ ഗുരുവിനെ എനിക്കും അറിയണം. ഈശോയെ അറിയാൻ ആഗ്രഹമായി, ഈശോയെ സ്വീകരിക്കുന്നു, ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു, ഈശോയുടെ അനുയായിയായിട്ട് മാറുന്നു. അധികം വൈകിയില്ല, ഒരു സന്യാസിയായിട്ട് ജീവിതം ആരംഭിക്കുകയാണ്. അതിനുശേഷം ഒരു സന്യാസ സഭ തന്നെയും തുടങ്ങാൻ തീരുമാനമെടുക്കുകയാണ്. ജീവിതം മുഴുവൻ ഈശോയുടെ കൂടെ വിശുദ്ധനായി തീർന്നു വിശുദ്ധ പക്കേമിയൂസ്. ഇന്ന് അൾത്താരയിൽ വണങ്ങപ്പെടുന്ന അവസ്ഥയിലേക്ക് പക്കേമിയൂസ് ഉയർത്തപ്പെട്ടതിൻ്റെ ഒരു അടിസ്ഥാന വേര് ഈ കണ്ടുമുട്ടലാണ്. ഒരു നല്ല കണ്ടുമുട്ടൽ, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കണ്ടുമുട്ടലാണ്. ചില വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടിയാൽ ചിലരുടെ ചില സ്വരങ്ങൾ അല്ലെങ്കിൽ ചില ഇടപെടലുകൾ, ചില ശൈലികൾ, അത് ഈശോയെ തന്നെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ഒരു അനുഭവമാണ്. എപ്പോഴും നമ്മുടെ സ്വീകരണങ്ങളും നമ്മുടെ കണ്ടുമുട്ടലുകളുമൊക്കെ അത് ഹൃദ്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഉള്ളിൽ സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിക്കുമ്പോഴാണ്. ഉള്ളിൽ എത്രത്തോളം സ്നേഹമുണ്ടോ, ഈ സ്നേഹത്തിൻ്റെ വർധനവനുസരിച്ച്, ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സ്നേഹത്തിൻ്റെ ആഴമനുസരിച്ച് നമ്മുടെ സ്വീകരണങ്ങളും നമ്മുടെ കണ്ടുമുട്ടലുകളുമൊക്കെ അത് അതിൻ്റെ മികവ് തെളിയിച്ചുകൊണ്ടേയിരിക്കും. അത് ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല, അതൊരിക്കലും ഹൃദയത്തിൽ നിന്ന് മായ്ച്ച് കളയാനും സാധിക്കത്തില്ല. എല്ലാ കണ്ടുമുട്ടലുകളും ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈശോ രൂപപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. പൗലോസ്ലീഹ തന്നെ പറയുന്നില്ലേ, ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് പൗലോസ്ലീഹ, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. പൗലോസ്ലീഹ സകലരോടും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതും സകലരെയും ക്രിസ്തുവിലേക്ക് നയിച്ചതും എല്ലാവരുടെ ഉള്ളിലും ഈശോ വരണം, എല്ലാവരുടെയും ഉള്ളിലും ക്രിസ്തു നിറയണം, ഈ ഒരു ആവേശം, ഈ ഒരു ആഗ്രഹം മാത്രമേ പൗലോസ്ലീഹായ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തേരെ സഹിക്കേണ്ടി വന്നു, എത്ര കഷ്ടപ്പാടുണ്ടായിരുന്നു, എത്ര ഞെരുക്കങ്ങളുണ്ടായിരുന്നു. പട്ടിണി കിടന്നില്ലേ, മരിക്കാൻ പോകുന്ന പോലത്തെ അപകടങ്ങളിൽ പെട്ടില്ലേ, അത്യാഹിതങ്ങൾ ഉണ്ടായില്ലേ. എല്ലായിടത്തും ധീരമായിട്ട് തന്നെ പൗലോസ്ലീഹ നിന്നതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ഈശോ ഹൃദയത്തിൽ രൂപപ്പെടണം. കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ, ഞാനുമായിട്ട് ഇടപെടുന്ന വ്യക്തിയിൽ ഈശോ രൂപപ്പെടണം. ചില സഹോദരങ്ങൾ കടയിലൊക്കെ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചു പോരുമ്പം ബില്ല് കൊടുത്തിട്ട് ഇറങ്ങുമ്പം ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ പറയാറില്ലേ, കേട്ടിട്ടില്ലേ? എന്ത് സന്തോഷമാണ് അങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പം. ഒരു ഓട്ടോ എടുത്തു, ലക്ഷ്യത്തിലെത്തി, ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയാണ്, ഡ്രൈവർക്ക് പൈസ കൊടുത്തു, തിരിച്ചു പോരുമ്പം നന്ദി കേട്ടോ, ഈശോ അനുഗ്രഹിക്കട്ടെ, മതി. ഒരു ചെറിയ വാക്ക് ഈശോ നിറയുകയാണ്. വേദനിച്ച് കിടക്കുന്ന ഒരു രോഗിയുടെ അടുത്ത് ചെന്നിട്ട് ഈശോ സഹായിക്കൂ കേട്ടോ, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഈശോ ആശ്വാസം തരട്ടെ, ഈശോ ധൈര്യം തരട്ടെ, ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ ഈശോ ധൈര്യം തരട്ടെ. ആ വാക്ക് തന്നെ മതി, ആ നാമം തന്നെ മതി. ഹൃദയത്തിലും ജീവിതം മുഴുവനിലും ശക്തിയായി, സന്തോഷമായി, സമാധാനമായി. ചില കണ്ടുമുട്ടലുകൾ നമ്മെ സാക്ഷികളാക്കും, ഈശോയുടെ സാക്ഷികളാക്കി മാറ്റും. എന്തും ഏതും സഹിക്കാൻ പാകത്തിന് നമ്മെ രൂപപ്പെടുത്തിയെടുക്കും ചില കണ്ടുമുട്ടലുകൾ. ഈശോ കണ്ടുമുട്ടിയില്ലേ നമ്മുടെ സമരിയാക്കാരി സ്ത്രീയെ, ഓർക്കുന്നില്ലേ? അവള് എത്രയോ വിധത്തിൽ പാപത്തിൻ്റെ അവസ്ഥയിലായിരുന്നു, അവൾ എത്രയോ അധികം തകർന്ന മോളായിരുന്നു, അവൾ എത്രയോ അധികം തകർന്ന് തരിപ്പണമായിട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആരോടും മിണ്ടാൻ ഇഷ്ടമില്ല, ആരെയും കാണണ്ട, ഒരൊരാൾ വന്നാലും ഫേസ് ചെയ്യല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. അവൾ ഉച്ച സമയം നോക്കിയിട്ട് വെള്ളം കോരാൻ പോവും, ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈശോ ഈ സഹോദരിയെ കാണാൻ വേണ്ടി മാത്രം ദൂരം നടന്നിട്ട് യാത്ര ചെയ്ത് ക്ഷീണിച്ച് കിണറിൻ കരയിൽ ഇരുന്നു എന്നൊക്കെയാണ് പറയണത്. ഈശോ അത്രയും യാത്ര ചെയ്തിട്ടുണ്ട് ഒറ്റ ഒരാൾക്ക് വേണ്ടിയിട്ടാണ്, ഒരാളുടെ ഉള്ളിൽ ഈശോ നിറയാൻ വേണ്ടിയിട്ടാണ്. ഈശോ സംസാരം ആരംഭിക്കുന്നു. സമരിയാക്കാരി സ്ത്രീ ആദ്യം ഇച്ചിരി സംസാരിക്കാൻ ഇഷ്ടക്കേട് കാണിച്ചെങ്കിലും പിന്നീട് അവൾ ട്രാക്കിലായി, ഈശോയായിട്ട് നല്ലൊരു കൂട്ടായി, നല്ലൊരു സംഭാഷണത്തിലേക്ക്, സൗഹൃദത്തിലേക്ക് അവരെത്തിച്ചേരുകയാണ്. നല്ലൊരു കണ്ടുമുട്ടൽ, ഒരു വിശുദ്ധമായ കണ്ടുമുട്ടൽ. സമരിയാക്കാരി സ്ത്രീ മാറിപ്പോയി.
പെട്ടെന്ന് മാറിപ്പോയി. അവൾ ആ സംഭാഷണം തീർന്നതോടെ അവൾ കൊടൊക്കെ അവിടെ വെച്ചിട്ട് എന്തിനാ വന്നേന്ന് പോലും അവൾ മറന്നുപോയി. പാവം അവള് മിടുക്കിയായിട്ട് ഓടി നടന്ന് എല്ലാവരോടും പറയുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ ഒരുവനെ നിങ്ങൾ വന്ന് കാണ്. അവൾ ഈശോയെ കൊടുക്കാൻ അവൾ റെഡിയായി, അവൾ തയ്യാറായി. കാണുന്നവരോട് മുഴുവൻ ഈശോയെക്കുറിച്ച് പറയുന്നു. സഹോദര സഹോദരി, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്താൽ, ഈശോയെ പകർന്നു കൊടുത്താൽ ഉറപ്പ് ആ വ്യക്തിയുടെ ജീവിതം സന്തോഷപ്രദമായി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനമായി, ആ വ്യക്തി അനേകരെ ഈ കൃപയിലേക്ക് നയിക്കാൻ ആരംഭിക്കും. ആ വ്യക്തി അനേകരെ ഈ സന്തോഷത്തിലേക്ക്, കൃപയിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് അനേകരെ നയിക്കും. നമ്മുടെ ഉള്ളിൽ ഈ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുമസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുകയാണല്ലോ, നന്നായിട്ട് ഒരുങ്ങുകയാണല്ലോ. സ്വർഗം ഭൂമിയെ കണ്ടുമുട്ടിയതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ് എങ്കിൽ, ഈ ക്രിസ്തുമസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. അനേകരുടെ ഉള്ളിൽ ഈശോ രൂപപ്പെടാൻ, അനേകരുടെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ സംസാരത്തിലും, നമ്മുടെ പെരുമാറ്റത്തിലും, നമ്മുടെ നടപ്പിലും, നമ്മുടെ ശൈലിയിലും, നമ്മുടെ അധ്വാനങ്ങളിലുമൊക്കെ ക്രിസ്തു ആയിരിക്കട്ടെ തെളിഞ്ഞു നിൽക്കുന്നത്. ക്രിസ്തു ആയിരിക്കട്ടെ മറ്റുള്ളവർക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. ഈ ഒരു ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നെങ്കിൽ ഉറപ്പ് അനേകരുടെ ഉള്ളിൽ ഈ ക്രിസ്തുമസ് ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സദ്വാർത്തയായിട്ട് മാറും. നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അവരുടെ കണ്ണുനീരിൻ്റെ കാരണങ്ങളൊക്കെ ആ കണ്ടുമുട്ടുന്ന സമയം തന്നെയും മാറിപ്പോവുകയാണ്. എന്തിനെ ഓർത്തിട്ടാണോ അവർ കരഞ്ഞുകൊണ്ടിരുന്നത്, എന്തായിരുന്നോ അവരുടെ മനസ്സിൻ്റെ ഭാരം, എന്തായിരുന്നോ അവരുടെ മനസ്സിൽ അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുണ്ടായിരുന്നത്, അത് മുഴുവനും അങ്ങ് മാറിപ്പോവാൻ, അവരുടെ ജീവിതത്തിൽ അത് മുഴുവനും മാറിപ്പോവുകയാണ്. ഒരു പക്ഷേ ഇങ്ങനെ കണ്ടുമുട്ടലിൻ്റെ സമയത്തൊക്കെ നമ്മുടെ ഉള്ളിൽ കുറേയധികം ക്ഷമയുടെ ആവശ്യം വരും, കുറേയധികം വിട്ടുകൊടുക്കൽ, കുറേയധികം മറന്നു കളയൽ, കുറേയധികം സമാധാനം നമ്മൾ തന്നെയും രൂപപ്പെടുത്തിയെടുക്കണം. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ എളുപ്പം സാധ്യമാണല്ലോ. എളുപ്പം ക്ഷമിക്കാനും മറന്നു കളയാനും വിട്ടുകൊടുക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്, സാധ്യമാണ്. പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശുവിനെ കുതിച്ചു ചാടാനിടയാക്കി എങ്കിൽ, സ്നാപകനെ ഉണർത്താൻ അമ്മയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ, ഈ കണ്ടുമുട്ടൽ വലിയൊരു അഭിഷേകത്തിൻ്റെ നിറവ് കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ, എൻ്റെ അടുത്തും എൻ്റെ വീട്ടിലേക്കും എൻ്റെ സ്ഥാപനത്തിലേക്കും ഞാനുമായിട്ട് ഇടപെടുന്നവരിലെല്ലാം, ആ സാഹചര്യങ്ങളിലെല്ലാം ഈ ഒരു അഭിഷേകത്തിൻ്റെ വർധനവ് നിർബന്ധമായിട്ടുണ്ടാവും. ഈ ഒരു അഭിഷേകത്തിൻ്റെ വർധനവ് എല്ലായിടത്തും വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ജോലി സ്ഥലത്ത് മുഴുവൻ ഈ ഒരു അഭിഷേകത്തിൻ്റെ വർധനവ്. അതുകൊണ്ടല്ലേ ചില സ്ഥാപനങ്ങളിൽ ചിലർ വന്നില്ലെങ്കിൽ പറയണ കേട്ടിട്ടില്ലേ, ഒരു ശൂന്യതയാണ്, ഇന്നൊരാൾ ഇവിടെ ഇല്ലെങ്കിൽ ഒരു ശൂന്യതയാണ്, ഒരു അഭിഷേകത്തിൻ്റെ കുറവ് നമുക്ക് ഫീൽ ചെയ്യും. എല്ലാ ജീവിതങ്ങളും ഒരു അഭിഷേകത്തിൻ്റെ നിറവാക്കി മാറ്റാൻ നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ കൂടിച്ചേരലുകളെല്ലാം നമ്മെ ഒരുപാട് രോഗശാന്തിയുടെ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ തിന്മയെ ശാസിക്കാനുള്ള ഒരു അഭിഷേകം പകർന്നു കൊടുക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തന്നെ നോക്കിയാൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 14-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. പൗലോസ്ലീഹ വചനം പറയാൻ വളരെ ആഘോഷമായിട്ട് പൗലോസ്ലീഹ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നന്നായിട്ട് പ്രസംഗിക്കുകയാണ് വചനം. ഈ സമയത്ത് ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് ജന്മന മുടന്തനായിട്ടുള്ളൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവന് എഴുന്നേറ്റ് നടക്കാൻ അറിയത്തില്ല, അവൻ നടന്നിട്ടില്ല, ജനിച്ചപ്പം തൊട്ട് അവൻ്റെ കാല് അങ്ങനെയാണ്, മുടന്തനായിട്ട് ജനിച്ചൊരു മനുഷ്യൻ. പൗലോസ്ലീഹായുടെ വചനം കേട്ടപ്പം ഇവൻ്റെ ഉള്ളിൽ വലിയൊരു ഉണർവ്, വലിയൊരു ആഗ്രഹം. ഇവൻ പൗലോസ്ലീഹായെ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. പൗലോസ്ലീഹായെ നോക്കി ഇവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഇവന് വിശ്വാസമുണ്ടോ, ഈ സൗഖ്യം സ്വീകരിക്കാനുള്ള വിശ്വാസം ഇവനുണ്ടോ? പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായി വിശ്വാസമുണ്ട്. ഉടനെ പൗലോസ്ലീഹ ഉച്ച സ്വരത്തിൽ പറയാൻ, എഴുന്നേറ്റ് നടക്ക്, എഴുന്നേറ്റ് നടക്ക്. അതുവരെ എഴുന്നേറ്റ് നടക്കാൻ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത മനുഷ്യൻ ഇതാ സെക്കൻഡ് നേരം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ ആരംഭിക്കുകയാണ്. അവൻ്റെ കാലുകൾക്ക് ബലമായി, അവൻ്റെ കാലുകൾക്ക് ശക്തിയായി. നടക്കാത്തൊരു കാര്യം, അതുവരെയും അവന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം, കണ്ടുമുട്ടലുകൾ രോഗശാന്തിയുടെ അനുഭവത്തിലേക്ക്, കണ്ടുമുട്ടലിൻ്റെ അനുഭവങ്ങൾ അഭിഷേകത്തിൻ്റെ നിറവിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ സഹായിക്കുകയാണ്. വലിയൊരു അഭിഷേകം നടക്കുകയാണ്, വലിയൊരു അഭിഷേകം കൊണ്ട് നിറയുകയാണ്, ഒരു ശക്തി കൊണ്ട് നമ്മൾ നിറയുകയാണ്. ഹൃദയത്തിലും ഉദരത്തിലും ഈശോയെ കൊണ്ടുവന്ന പരിശുദ്ധ അമ്മ നമ്മുടെ എലിസബത്തിൻ്റെ അരികിൽ വന്നപ്പം എലിസബത്തിൻ്റെ കുടുംബം മുഴുവനും അഭിഷേകം കൊണ്ട് നിറഞ്ഞുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള വ്യക്തിത്വങ്ങൾ വരുമ്പം, അല്ലെങ്കിൽ നമ്മൾ തന്നെയും ഇതുപോലെ നിറവുള്ളൊരു വ്യക്തിത്വമായിട്ട് മാറുന്നുവെങ്കിൽ അത് അനേകരുടെ ഉള്ളിൽ
ഈ കൃപ കൊണ്ട് നിറയ്ക്കാൻ, അനേകരെ മാറ്റാൻ, അനേകരെ ചൈതന്യമുള്ളവരാക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും. നമ്മുടെയൊക്കെ വലിയൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ഉണർത്തണമേ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥന മതി. ഇപ്പോൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ ശക്തിയോടെ സംസാരിക്കുമ്പം അനേകരുടെ ഉള്ളിൽ ദൈവവിളികൾ ഉയരും. ചില വൈദികരൊക്കെ സംസാരിക്കുമ്പം, ചില സിസ്റ്റേഴ്സ് സംസാരിക്കുമ്പം ദൈവവിളികൾ ഉയർന്ന് വരുന്നത് കണ്ടിട്ടില്ലേ? അനേകർ വൈദികരാകാൻ, അനേകർ സിസ്റ്റേഴ്സ് ആവാനൊക്കെ ഇറങ്ങി വരുന്നത് പലരുടെയും സംസാരങ്ങൾ കേട്ടിട്ടും ഇടപെടലുകളൊക്കെ കണ്ടിട്ടാണ്. അനേകർ മിഷണറിമാരായി മാറുന്നതും മിഷൻ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും അതിനോടുള്ള ആഗ്രഹം വർദ്ധിക്കുന്നതൊക്കെ ആ ഒരു അഭിഷേകത്തോടു കൂടിയുള്ള ഇടപെടലുകൾ മാത്രമല്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കണ്ടുമുട്ടലുകൾ, അഭിഷേകത്തോടെയുള്ള കണ്ടുമുട്ടലുകൾ അനേകരുടെ ഉള്ളിൽ ചൈതന്യത്തെ വർദ്ധിപ്പിക്കും. ദൈവവിളി സ്വീകരിക്കാൻ, മിഷണറിമാരാകാൻ, വചനപ്രഘോഷകരാകാൻ, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവരാകാൻ, കർത്താവിൻ്റെ സുവിശേഷം ലോകം മുഴുവനും എത്തിക്കാനുള്ള ശക്തരായ ശുശ്രൂഷകരായിട്ടൊക്കെ മാറാൻ ഈ ശക്തി നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ശിരസ് മുതൽ പാദം വരെയും ഈ ശക്തി കൊണ്ട് നിറയാൻ നമുക്ക് ആഗ്രഹിക്കണം. അനേകം വിശുദ്ധാത്മാക്കൾ ഇങ്ങനെ സ്നേഹത്തോടെ കണ്ടുമുട്ടിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. വിശുദ്ധ ഡൊമിനിക് സാവിയോയും വിശുദ്ധ ഡോൺ ബോസ്കോയും അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർ ആദ്യം കണ്ടുമുട്ടിയ നാൾ മുതൽ പല പ്രാവശ്യം കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ കണ്ടുമുട്ടലുകൾ ഓരോ പ്രാവശ്യവും അവരുടെ ഉള്ളിലെ ഈശോ വളർന്നു വരാൻ, അവരുടെ ഉള്ളിലെ ആത്മീയ ചൈതന്യം വർദ്ധിച്ചു വരാൻ, കൃപ വർദ്ധിച്ചു വരാൻ കാരണമായി. പല വിശുദ്ധരും നല്ല സൗഹൃദങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളവരാണ്. വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്, അതുപോലെ ലീമായിലെ വിശുദ്ധ റോസ് വളരെ നല്ല ആത്മീയ സുഹൃത്തുക്കളായിരുന്നു. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും പരസ്പരം പ്രാർത്ഥിച്ചും സഹായിച്ചും ആത്മീയ ശക്തി പകർന്നു കൊടുക്കാൻ, ക്രിസ്തുവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞ് അനേകരെ ഉണർത്താൻ ഈ സൗഹൃദങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ മാനസാന്തരത്തിലേക്കും ദൈവ അനുഭവത്തിലേക്കൊക്കെ നയിച്ചത് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയാണ്. അധികമൊന്നും സംസാരിക്കേണ്ടി വന്നില്ല, ചില വാക്കുകൾ അത് മതിയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ മാറ്റാൻ. അതുവരെയും ലോകത്തിൻ്റെ വഴിയിലൂടെ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സമാധാനം, ലോകം വച്ചു നീട്ടിയ നേട്ടങ്ങൾ, അതിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നു എങ്കിൽ ഇതാ ഇഗ്നേഷ്യസ് ലയോളയെ കണ്ട ആ സമയം മുതൽ വഴി അങ്ങ് മാറുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന ശൈലി അങ്ങ് മാറുകയാണ്. ഒരു കണ്ടുമുട്ടൽ, ഒരു പുതിയ വഴിത്തിരിവിലേക്ക് വിശുദ്ധരെ രൂപപ്പെടുത്തുകയാണ്. വിശുദ്ധാത്മാക്കൾക്ക് രൂപം കൊടുക്കുന്ന രീതിയിൽ കണ്ടുമുട്ടലുകൾ മാറുകയാണ്. കണ്ടുമുട്ടലുകൾ എപ്പോഴും ഹൃദ്യമാവും. അഭിഷേകം വർദ്ധിക്കുമ്പം, പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിറയുമ്പം ഈ ചൈതന്യം കണ്ടുമുട്ടുന്ന എല്ലാവരിലും നിറയുകയാണ്. വിശുദ്ധരെ രൂപപ്പെടുന്നതൊക്കെ ഇങ്ങനെയുള്ള കണ്ടുമുട്ടലുകളിലൂടെയാണല്ലോ. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി. ആരാണോ ക്രിസ്തുവിനെ സ്നേഹിക്കുക, ആരാണോ പരിശുദ്ധാത്മാവിനോട് കൂട്ടുകൂടാൻ തയ്യാറായിട്ടുള്ളത്, ആരാണോ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുക്കാൻ മനസ്സാകുന്നത്, ആ ജീവിതത്തെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും. ആ ജീവിതത്തെ കർത്താവ് എടുത്തുണർത്തും. എന്നിട്ടോ അനേകം സ്നാപകരെ ഉണർത്താൻ, അനേകം എലിസബത്തുമാരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാൻ ഈ ഒരു ചൈതന്യം നിറവിന് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവെ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവെ എന്നെ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ എന്നെ ഉണർത്തണമേ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നിറവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള ആവാസവും നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുക തന്നെ ചെയ്യും. പല കൂടിച്ചേരലുകളും നമ്മുടെ ജീവിതത്തിൽ തിന്മയെ ശാസിക്കാൻ, തിന്മയുടെ സ്വാധീനങ്ങളെ മനസ്സിലാക്കാൻ, തിന്മയുടെ ഇടപെടലുകളെ തിരിച്ചറിഞ്ഞ് അതിനെ നിർവീര്യമാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നു, സാമുവേലിൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ 12-13 തിരുവചനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സാമുവേലിനോട് ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാനൊക്കെ പറഞ്ഞു വിടുന്നൊരു രംഗമാണ്. സാമുവേൽ അതുവരെയും ദാവീദിനെ കണ്ടിട്ടേയില്ല. സാമുവേലിന് ദാവീദ് ആരാന്ന് അറിയത്തില്ല.
ദൈവത്തിൻ്റെ സ്വരം നീ ചെന്ന് ജസ്സയുടെ ഭവനത്തിൽ ജസ്സയുടെ മക്കളെ വിളിച്ചു കൂട്ടണം, ബലിയർപ്പിക്കാൻ ഒരുക്കണം. അതിൽ ദാവീദ് എന്ന ഒരുത്തനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അതുവരെയും ദാവീദ് ആരാന്ന് അറിയത്തില്ല, കണ്ടിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായിട്ട് കാണുകയാണ്. ഒരു കണ്ടുമുട്ടൽ അവിടെ സംഭവിക്കുകയാണ്. സാമുവൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശക്തനായിട്ടുള്ള പ്രവാചകൻ ഇതാ കടന്നു വരുന്നു. ജസ്സയുടെ മക്കളെ എല്ലാവരെയും വരിവരിയായിട്ട് കൊണ്ടുവരുന്നു, എല്ലാവരെയും കാണുന്നു. പക്ഷെ അവരെ ഒന്നും പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്തില്ല. ഏറ്റവും ഒടുവിൽ ദാവീദ് സ്ഥലത്തെത്തുക. ദാവീദിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ദാവീദ് എത്തുമ്പം ഇതാ ആ സമയം പരിശുദ്ധാത്മാവ് സാമുവലിനോട് പറയുന്നു, ദാവീദിനെ അഭിഷേകം ചെയ്യണം, രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ദാവീദാണെങ്കിൽ ആടുകളെ മേയിച്ച് നടന്ന് മാത്രമേ പരിചയമുള്ളൂ. വേറെ ഒരു കഴിവും വേറെ ഒരു നേട്ടവും ഒന്നുമില്ല മനുഷ്യന്, പാവം. അതിന് വേറെ ഒന്നും അറിയത്തുമില്ല. ഈ ദാവീദിനെ രാജാവായിട്ട് സാമുവൽ അഭിഷേകം ചെയ്യുകയാണ്. ഒരു വലിയ ജനത്തെ നയിക്കാനുള്ള നേതൃസ്ഥാനത്തേക്ക് ഒരു വ്യക്തിയെ ഉയർത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള അഭിഷേകത്തോടെയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സാമുവലിന് ദാവീദിനെ കണ്ട പാടെ മനസ്സിലായി, ഇതാണ് വരാനുള്ള രാജാവ്, ഈ വ്യക്തിയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഈ വ്യക്തിയാണ് അഭിഷേകം ചെയ്യേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു വ്യക്തിക്കാണ് അഭിഷേകത്തോടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് ഭംഗിയായി കൊണ്ടുപോകാനൊക്കെ സാധിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് ശിരസ് മുതൽ പാദം വരെയും നിറഞ്ഞു നിന്നാൽ ഉറപ്പ് കണ്ടുമുട്ടുന്നവർക്കൊക്കെ ഈശോയെ കൊടുത്തുകൊണ്ടേയിരിക്കും. കണ്ടുമുട്ടുന്നവർക്കൊക്കെ ഈശോയെ കൊടുക്കാൻ വലിയൊരു ദാഹമാണ്. ഈശോയെ കൊടുത്തില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണ്, ഒരു ഭാരമാണ്. എല്ലാ ദിവസവും കാണുന്നവരോടൊക്കെ ഈശോയെക്കുറിച്ച് പറയാനും അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കാനും ഒരു വലിയ ഉണർവ് നമുക്ക് ലഭിക്കുക ഈ ആത്മീയ നിറവിലാണ്, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലാണ്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആ സമയം മുതൽ തിടുക്കമുള്ളവളായി, തിടുക്കത്തോടെ യാത്ര ചെയ്തു. അങ്ങനെയാ പറയണത്, തിടുക്കത്തോടെ യാത്ര ചെയ്തു. സ്ലോ ആയിട്ടൊന്നുമില്ല, 2 ദിവസം കഴിയട്ടെ, 2 ആഴ്ച കഴിയട്ടെ, അങ്ങനെയൊന്നുമില്ല. തിടുക്കത്തിൽ യാത്ര ചെയ്തു. എത്രയും വേഗം എത്തണം, എത്രയും പെട്ടെന്ന് എത്തണം. അവിടെ എത്തിയ പാടെ ഇതാ സ്വർഗീയ അനുഭവം. എലിസബത്തിൻ്റെ വീട്ടിൽ അന്ന് വരിയില്ലാത്തൊരു അഭിഷേകം നമ്മുടെ ഭവനങ്ങളും നമ്മുടെ വ്യക്തി ജീവിതങ്ങളും നമ്മുടെ സമൂഹ ജീവിതവും ഒക്കെ അനേകർക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ, അനേകരുടെ ഉള്ളിൽ ക്രിസ്തുവിന് ജന്മം കൊടുക്കാൻ ഈ ക്രിസ്തുമസ് കാലം നമുക്ക് സാധിക്കട്ടെ. കാണുന്നവരോടൊക്കെ ഈശോയുടെ സന്തോഷം അറിയിക്കാൻ, ഈശോയുടെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കാൻ, ഉള്ളിൽ സ്നേഹത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് ഈ സ്നേഹം അനേകർക്ക് കൊടുത്ത് അവരുടെ ഉള്ളിലും ഈശോയ്ക്ക് ജന്മം കൊടുത്ത് മുന്നോട്ട് നീങ്ങാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിനായിട്ടുള്ള കൃപ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പം ഉപവാസമൊക്കെ എടുത്തും ത്യാഗങ്ങളൊക്കെ അനുഷ്ഠിച്ചും പരിത്യാഗ പ്രവർത്തികളൊക്കെ ചെയ്തും നോമ്പുകാലം നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കണം, ഈശോയെ എല്ലാ ദിവസവും ഒരാൾക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഈശോയെ കൊടുക്കാൻ എന്നെ സഹായിക്കണേ, ഒരാളോടെങ്കിലും ഈശോയെക്കുറിച്ചൊന്ന് പറയാൻ, ഒരാൾക്കെങ്കിലും ഈശോയുടെ ഒരു സമാധാനം കൊടുക്കാൻ, ഒരാശ്വാസം കൊടുക്കാൻ, അവർക്കൊരു ധൈര്യം കൊടുക്കാൻ, അവരുടെ മനസ്സിൻ്റെ തകർച്ചകളും തളർച്ചകളൊക്കെ ഒന്ന് മാറ്റി അവരെ ഉണർവിലേക്കൊന്ന് നയിക്കാൻ, അവരെ ശക്തരാക്കി മാറ്റാൻ, ധീരരാക്കി മാറ്റാൻ എന്നെ ഒരുക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. അമ്മയെ കൂടാതെ ക്രിസ്തുമസിന് നമുക്ക് ഒരുങ്ങാൻ പറ്റില്ലല്ലോ. അമ്മയെ ഓർക്കാതെയും അമ്മയുടെ കൂട്ടുപിടിക്കാതെയും നമുക്ക് ക്രിസ്തുമസിന് ഒരുങ്ങാൻ പറ്റില്ല. അമ്മ വരും നമ്മളെ സഹായിക്കാൻ, അമ്മ വരും. കാരണം അമ്മയ്ക്കറിയാം ഓരോ വീടിൻ്റെയും അവസ്ഥ എങ്ങനെയാണ്, ഓരോ വീട്ടിലും ക്രിസ്തുമസിന് എങ്ങനെയാണ് ഒരുങ്ങണമെന്ന് ഭംഗിയായിട്ട് അമ്മയ്ക്കറിയാം. ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങളും ബാഹ്യമായിട്ടുള്ള അലങ്കാരങ്ങളും തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും എല്ലാം നടക്കുമ്പോഴും ആത്യന്തികമായി നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു മാറ്റം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ, അനേകം ഹൃദയങ്ങളിൽ ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ. കാലിത്തൊഴുത്ത് പോലെയാകും എല്ലാ ഹൃദയങ്ങളും, ആയിക്കോട്ടെ, സാരമില്ല. ആ ഹൃദയങ്ങളിൽ ഈശോ ജനിക്കാൻ ഈശോ തയ്യാറാണല്ലോ. തയ്യാറാകുന്ന ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ നമുക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കാം. അനേകരുടെ ഉള്ളിൽ ഈശോ നിറയട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടച്ച്. കർത്താവായ ഈശോയെ, ക്രിസ്തുമസിന് ഒരുങ്ങുന്ന ഈ നല്ല ദിവസങ്ങളിൽ അനേകം ഹൃദയങ്ങളിൽ ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ ശൈലികളും ഞങ്ങളുടെ രീതികളും ഞങ്ങളുടെ പ്രവൃത്തികളുമെല്ലാം ക്രിസ്തുവിനെ കൊടുക്കുന്ന വിധത്തിൽ മാറ്റിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ ഈശോയെ അങ്ങ് നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്നതിൽ തിടുക്കമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങൾ കണ്ടുമുട്ടുന്നവരിലെല്ലാം സ്നാപക യോഹന്നാന്മാരെ ഉണർത്താനും കണ്ടുമുട്ടുന്നവരിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാനും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.